മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്ന്. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ജ്ഞാനം അവരുടെ മുൻപിൽ നൽകിയിട്ടും ജനം കർത്താവിൽ ഇടറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയാണ്. അവനിൽ അവിശ്വസിക്കുകയാണ്. അതിൽ കർത്താവ് വിസ്മയിച്ചു പോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. തിരുവചനത്തിലൂടെ കർത്താവ് ജ്ഞാനത്തിന്റെ നിറവ് നമ്മിലേക്ക് വർഷിക്കുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ നമ്മളൊക്കെ തളർന്നു പോവുകയല്ലേ ചെയ്യുന്നത്. പ്രതിസന്ധികളിൽ നിന്ന് ഇനി ഉയർപ്പില്ല എന്നുള്ള ആ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളൊക്കെ കടന്നു പോകാറില്ല. പ്രതിസന്ധികളിൽ നിന്ന് ഇനി നമ്മളെ ആരും ഉയർത്തില്ല എന്നുള്ള ചിന്തയാൽ പലപ്പോഴും നമ്മളൊക്കെ കടന്നു പോകാറില്ലേ. പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തുന്ന ദൈവം നമുക്കുണ്ട് എന്ന് പ്രതിസന്ധികളുടെ ആഴത്തിൽ കിടക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കണം. കാരണം നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ അത്ഭുതം. ഇതിനേക്കാളും വലിയൊരു അത്ഭുതമില്ല. ഇത്രയും വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ട് ജീവിതത്തിന്റെ ചില ക്ഷണികമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മളെ കരകയറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ആഴം സ്വീകരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഈ വിശ്വാസത്തിന്റെ കുറവ് നമുക്ക് ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മളെ ഓർത്തും ദൈവം വിസ്മയിക്കും. ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കട്ടെ. നമ്മുടെ വിശ്വാസം കണ്ട് കൂടുതൽ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കർത്താവേ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, അധ്വാന മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും, ബന്ധനങ്ങളും, കെട്ടുകളും നിർവീര്യമാകട്ടെ. ഇവരും ഇവരുടെ കുടുംബങ്ങളും ഇവരുടെ അധ്വാന മേഖലകളും ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.